ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും കുറച്ച്. അപ്പം ഇന്നൊരു പ്രത്യേക എപ്പിസോഡാണ്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് നമ്മളൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡായിട്ട് തന്നെയാണ് നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. പക്ഷേ അതിനു മുമ്പായിട്ട് നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ ഓണം എപ്പിസോഡിൽ നിന്നെ ഇരുത്തിയത് എന്താണെന്ന് നമുക്ക് അവസാനം നമുക്ക് കൃത്യമായി വ്യക്തമാകും. ഞാൻ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർക്ക് വരിക. അപ്പം നീ നിന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് അജി. ഞാനിവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം ഡിപ്ലോമ ചെയ്യാണ്, എറണാകുളത്താണ്. ഇപ്പം നമുക്ക് ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കണം എന്നുണ്ടായി. പക്ഷെ ഇവിടെ വീക്കിലി വരുന്നതുകൊണ്ടും അതിനുള്ള കുറച്ച് അതെ അതെ പറ്റുന്നോണ്ട് ഒരുപാട് തിരക്കുകളുള്ള വായും പറച്ചില്. കാരണം നമ്മൾ ഈ വായും പറച്ചില് യൂട്യൂബ് ചാനൽ എടുത്തപ്പോൾ തൊട്ട് നിനക്ക് ഇത് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക്. പക്ഷെ ഈ ഓണം എപ്പിസോഡില് നിന്നെ ഇരുത്തണം, നീയായിട്ട് സംസാരിക്കണം എന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് നിന്റെ സമയം നോക്കി നമ്മൾ ഈ എപ്പിസോഡ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എൻ്റെ മനസ്സിൽ ഓണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും എന്നാലും ആ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഗ്യാപ്പിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ഓണം ആഘോഷിക്കുന്നതിന് തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് പ്രായത്തിന് അതീതമായ തിരിച്ചറിവ് ഉണ്ടായതും നിനക്ക് തിരിച്ചറിവ് ഇല്ലാതായി പോയതിന്റെ പ്രശ്നമായിരിക്കാം. അതെന്തേലും ആയിക്കോട്ടെ, അതൊക്കെ ഇതിലൊക്കെ. ഓണം എന്ന് കേൾക്കുമ്പോൾ നിനക്ക് എന്തൊക്കെയാ മനസ്സിൽ വരുന്നത്? ഓണം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോ ഒരു നമ്മളിപ്പോ റൊട്ടീൻ പോലെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു സാധനം എങ്ങനെ, ഇപ്പൊ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, ഫാമിലി ആയിട്ട് അത്യാവശ്യം ഓൾമോസ്റ്റ് എപ്പോഴും ഓണം ഫാമിലി ആയിട്ടായിരിക്കും നമ്മൾ. പിന്നെ ബാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. ചെറിയ ചെറിയ പരിപാടി, പാത്തപ്പൂക്കൾ ഇടുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ബാക്കി അതുമായിട്ട് അങ്ങാണ് പോകുന്നത്. ഇപ്പം ശരി, എൻ്റെ ഒരു മനസ്സിൽ ഓണം, ഞാൻ ഓണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് എൻ്റെ പബ്ലിക് ലൈബ്രറിയിലെ ഓണാഘോഷം എൻ്റെ നാട്ടിലെ, പിന്നെ എൻ്റെ കോളേജ് സ്കൂൾ ജീവിതത്തിലെ ഓണാഘോഷം. കോളേജും സ്കൂളും അത് എനിക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 കൊല്ലം ആകുന്നു. അപ്പം ലാസ്റ്റ് കോളേജ് ഓണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഓണാഘോഷം എന്ന് പറഞ്ഞ് ഓണത്തിനെ കുറിച്ച് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്സിനോട് ഇപ്പം ഉള്ള ഒരു സമയം, ഫ്രണ്ട്സിനോട് സത്യം പറഞ്ഞാൽ ഓണാഘോഷമല്ല, അതൊരു എപ്പോഴും കൂടുമ്പോൾ നമ്മൾ രാത്രികളിൽ കൂടുന്നു, അത് നമ്മൾ പകല് കൂടുന്നു. ആ ഒരു നല്ല രസമാണ്. ഈ ഓണാഘോഷം എന്നൊക്കെ, ഓണം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലായി അത്തപ്പൂക്കളം. ഈ അത്തപ്പൂക്കളത്തിന് ഏറ്റവും എനിക്ക് അത്തപ്പൂക്കളം ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയപ്പോഴാണെന്നറിയുമോ, നമ്മൾ ഈ സ്കൂളിലൊക്കെ ഓണാഘോഷം ആഘോഷിക്കുമ്പോൾ ഈ നമ്മൾ പൈസ കളക്ട് ചെയ്യുമല്ലോ. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് കെട്ടാൻ മുള വാങ്ങിക്കാൻ പോയതിന് ചില 5000 എന്നൊക്കെ പറയുന്ന പോലെ ഒരു 2000 രൂപയുടെ പൂവിന് ഒരു 3000-4000 കയറ്റി വെക്കുന്നു. പിന്നെ ഡ്രസ് കോഡ്, ഇതെല്ലാം നമ്മളെ കൈകളിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കോണ്ടിരുന്നത്. ഇന്നിപ്പോ ഈ വീഡിയോ കാണുന്നവർ അന്ന് കൂടെ പഠിച്ചവരുണ്ട്, അവരോർക്കും ഞാൻ അവരെ ഒരിക്കലുമല്ല വഞ്ചിച്ചതല്ല, ഞാൻ പണിയെടുത്ത് തന്നെ പൈസ ഉണ്ടാക്കിയതാണ്. കാരണം അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നെ എനിക്ക് കുറെ പ്രാചീന കളികളെന്ന് ഞാൻ പറഞ്ഞു വന്നത്, നിനക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് നീ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ജനറേഷൻ ജസ്റ്റ് ബാക്ക് ജനറേഷനായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. അതെ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു. കാരണം ഇല്ലേ, ഞാൻ വളർന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പബ്ലിക് ലൈബ്രറി, അവിടെ മൊത്തം ചേട്ടന്മാരായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഞാൻ പറയാലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനിങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ആഘോഷിച്ചിട്ടില്ല. ഇപ്പൊ പബ്ലിക് ലൈബ്രറി പണ്ടെന്ന് മീൻസ് എൻ്റെ ഒരു ചെറുപ്പത്തിൽ അങ്ങനെ പോയി ഒരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെയും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു നമ്മളിവിടെയാണ് കൂടുതലും ഇപ്പം അല്ലേ ആഘോഷിക്കുന്നത്. അതെ അതെ, ശരിയാണ്. നമ്മളിപ്പോൾ ഇന്നാണെങ്കിലും നമ്മൾ സംസാരിച്ചോളൂ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ലൈബ്രറിയിൽ പൂക്കളം ഇടണമെന്ന് നമ്മൾ ഇത്ര നാളുമായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ. കാരണം ഇന്നത്തെ ഓണവും അന്നത്തെ ഓണവും എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. അതായത് നീ ഒന്ന് ആലോചിച്ച്, ഒരു എന്താ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ച നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2010-2012 ആ ടൈം തൊട്ടാണ് റൂട്ട് ചെയ്ത് വരുന്നത്. ഈ റൂട്ടിങ് ഇപ്പൊ പക്ക ആകാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഡിജിറ്റൽ സാക്ഷരത വരാത്ത ആരുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ തലവേദന വരും, പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിക്കും മമ്മിക്കും വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയ കാലഘട്ടം. അപ്പൊ അത്തരത്തിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ, കോളേജിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു മനപ്പൊരുത്തത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അപ്പൻ ഇങ്ങനെ എന്തോ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തു, അപ്പൻ്റെ അനിയനും ഡ്രസ്സ് ഓർഡർ ചെയ്തു.
ഈ പുള്ളി ഡ്രസ്സ് ഓർഡർ ചെയ്ത് പുള്ളി ഇട്ടു. പുള്ളിക്ക് അന്ന് എന്തോ ഓണത്തിൻ്റെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു വെള്ള കുർത്തയിൽ കറുത്ത ചെയ്തുള്ളത്. അപ്പനും ഈ സെയിം സാധനം മേടിച്ചേക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വളർച്ചയാണ് ഈ ഓണത്തിന്. ഓണം ഒരു വ്യവസായവൽക്കരിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വന്ന കാലയളവിൽ. അതുപോലെ തന്നെ സ്കൂളും കോളേജും എന്നൊക്കെ സെറ്റപ്പാണ്. ഇത്തവണ ഹെലികോപ്റ്റർ ഒക്കെ ജനറേഷൻ ഏയിലുള്ള ഒരു ഓണാഘോഷവും ഭയങ്കരമായിട്ട് എല്ലാരും എന്താ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അതായത് ഹെലികോപ്റ്ററിൽ വന്ന് മാവേലി ഇറങ്ങി, JCB വന്ന് മാവേലി ഇറങ്ങി, കപ്പലിൽ വന്ന് കിണറ്റിൽ നിന്ന് പാതാളത്തിൽ ഫയർഫോഴ്സിന്റെ കേരള ഫയർഫോഴ്സിന്റെ ഓണാഘോഷ. അത്തരത്തിലൊക്കെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ആയി. കാരണം ഇനി എന്ത് പുതിയത്, അതായത് മറ്റേ ഫുൾ ജാർ സോഡ പോയി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഏതാ വൻമരം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഓണാഘോഷം മാറി. എല്ലാവരും ഇപ്പൊ എന്തോ നമുക്കൊരു ഇവന്റ് കിട്ടിയാൽ എത്രത്തോളം മാക്സിമം എല്ലാവരും എങ്ങനെ അതിനോട് എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഭയങ്കരമായിട്ട് എല്ലാവരും സെലിബ്രേഷൻ എന്നുള്ളൊരു അതുപോലെ തന്നെ സാംസ്കാരിക കലാരൂപങ്ങൾ, തിരുവാതിര, കഥകളി, ചാക്യാർകൂത്ത്. ഇപ്പം ഇത് പറയുവാണെങ്കിൽ എനിക്ക് ഈ ഇടയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ സെലിബ്രേഷൻ ആണ്. അപ്പം അൺഎക്സ്പെക്ടഡ്ലി ഒരു സാധനം കയറി ഒന്നാണ് ചാക്യാർകൂത്ത്. അത് വലിയ ഒരു 10 മിനിറ്റത്തെ ഒരു സംഭവം ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര രസമാണ്. മോഡിഫിക്കേഷൻ വരുത്തിയ ഈ തിരുവാതിരയിൽ ഏറ്റവും വലിയ മോഡിഫിക്കേഷൻ എന്നറിയോ? മറ്റേ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോന്റെ ഒരു ഡയലോഗ് ഈ മറ്റേ കൊന്നിട്ട് പോടാ തന്നെ, നീ നമ്മളെ പോലെ തന്തയില്ലാത്ത ആ ഒരു സെറ്റപ്പില് അതിൽ വരെ തിരുവാതിര ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ കോളേജിൽ സംബന്ധിച്ച് നമ്മള് നിയമവിദ്യാലയം, ഇപ്പൊ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിയമവിദ്യാലയം ആയതുകൊണ്ട് ഞാൻ എന്റെ ഓരോ ഓണാഘോഷം, കോളേജിലെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ആങ്കറിങ് മെയിനായിട്ട്. അതുകൊണ്ട് ആവേശഭരിതനാക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള് എന്നാണ് എന്റെ തന്നെ അവകാശമാണ്. അതിപ്പോ നമുക്കും അറിയാലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഞാനിങ്ങനെ ഒരു സംഭവം പറയുകയുണ്ടായി, എന്താ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒപ്പം. അപ്പൊ എന്നോട് പെട്ടെന്നൊരു മിസ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മളിവിടെ ജെൻഡർ ഇക്വാലിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയണ്ട എന്ന് പറഞ്ഞു. ഞാനതിനെ പെട്ടെന്ന് ചിന്തിച്ച്, സത്യം പറഞ്ഞാൽ ശരിയാണ്. ഞങ്ങള് അവിടെ ഒരു മിക്സഡ് ഒന്നും പറയാലെന്നാ പറയുന്നത്. ആ ഒരു ഡൈവേർഷൻ ശരിയല്ല എന്ന് പറയും. അപ്പൊ ഓണം ആഘോഷിക്കാൻ വേണ്ടി അന്നാ വേറൊരു മറ്റേ മത്സരത്തിനകത്ത് എനിക്ക് ചെറിയൊരു ആക്ഷേപം തോന്നിയൊരു സംഭവമാണ്. നമ്മുടെ കോളേജുകളിലെല്ലാം അല്ലെ സ്കൂളിലെല്ലാം ഇതിനകത്തൊക്കെ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാം, പക്ഷെ ഇതിനകത്ത് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാം. ഞാൻ പെട്ടെന്ന് എന്റെ തോട്ട് അന്നേരം അങ്ങനെ ഒന്ന് ചിന്തിച്ചു, ചിലപ്പോൾ തെറ്റായിരിക്കാം, എന്റെ തോട്ട് ചിന്തിച്ച് തെറ്റായിരിക്കാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ കലാരൂപങ്ങൾ, തിരുവാതിര, 2 കൂട്ടരും എന്നെ രസമായിരുന്നു എന്നറിയാം. ഇത്തവണത്തെ എൻ്റെ വിദ്യാലയത്തിൽ ആ ഒരു ഓണാഘോഷം എന്ന് വെച്ചാൽ നടുക്കൊരു സെറ്റ് ആണും പെണ്ണും എല്ലാം ചേർന്ന്, പിന്നെ പുറകിലൊരു സെറ്റ്, അങ്ങനെ ഒരു മെഗാ തിരുവാതിര ആ ഒരു വേർഷനിലേക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു തരത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ സിനിമ ഏതാന്ന് പറഞ്ഞാൽ മറ്റേ സീനിയേഴ്സ് മൂവിയില്ലേ, അതിനകത്ത് മാർഗംകളിയിൽ നിന്നാണ് ഈ ഒരു വന്നത്. ഈ ഒരു തോട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഓണാഘോഷം, ഈ നമ്മൾ സ്കൂളിലെ ഓണാഘോഷം പറഞ്ഞു, കോളേജിലെ ഓണാഘോഷം, കോളേജ് ടൈമൊക്കെ നമ്മൾ കോളേജ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഓണാഘോഷം നമുക്ക് എന്താ ഇപ്പൊ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. കാരണം ബാക്കിയുള്ള പിള്ളേര് സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ സ്റ്റില് ചെറിയ ജോലിയൊക്കെ ആയിട്ട് കേൾക്കാം, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വരുന്ന റെക്കോർഡ് മദ്യവിൽപ്പന എവിടെയാണ് നടന്നത്? അത് വരുന്നല്ലോ. കേരളത്തിലൊരു തഗ് ഓഫ് വാറിന് തുല്യമാണ്. കൊല്ലം ജില്ലയിലാണോ കോട്ടയം ജില്ലയിലാണോ, ആരാണ് 3ാം സ്ഥാനം 2ാം സ്ഥാനം? അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ ശരാശരി വിദ്യാർത്ഥികൾക്കപ്പുറം വിദ്യാർത്ഥികളല്ലാത്ത ഒരു വിഭാഗം മദ്യപാനികൾക്ക് പോലും അതൊരു ആഘോഷമാണ്. അവരുടെ ഒരു ദേശീയ ആഘോഷം പോലെയാണ്. എല്ലാരും ഭയങ്കരമായിട്ടല്ലേ വരവേൽക്കുന്ന. അതെ 10 കോടിയൊക്കെയാണോ ഇപ്പോൾ, എത്രയോ കോടി രൂപയുടെ കച്ചവടം നടന്നു. എനിക്കൊന്ന് കഴിഞ്ഞ എറണാകുളം ആയിരിക്കാം, കൊല്ലം ആയിരിക്കാം, അങ്ങനെ ഒരു തരത്തിലേക്കും അത് നടന്നു. ഇനിയിപ്പം പറഞ്ഞത് മറ്റേ പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടൊരു ഒരു ഹേർട്ടിങ് പോലെ എനിക്ക് വ്യക്തിപരമായ ഒരു ഹേർട്ടിങ് ഉണ്ടായതാണ്. മുസ്ലിംസ് ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞു ഒരു വിദ്യാലയത്തിൽ, ഒരു തൃശ്ശൂർ ആ മേഖലകളിലെ ഏതോ ഒരു വിദ്യാലയത്തിൽ, അതിനെ വരെ ജാതിവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കുറച്ചു പേരും കേരളത്തിലുണ്ട്. അതായത് നമ്മളെല്ലാം ജീവിക്കുക, സന്തോഷിക്കുക, ആഘോഷിക്കുക. ഓണം പക്കാണ് അതിന്. ഇപ്പൊ വേറെ ഏതാ, ക്രിസ്മസ് ആണ് ഏത് ഓറിയന്റഡാ, റംസാൻ ആണ് ഏത് ഓറിയന്റഡാ, അങ്ങനെ ഇപ്പോൾ ഈസ്റ്റർ, അങ്ങനെയുള്ള പല
നമ്മൾ നോട്ടീസ് ചെയ്തിരിക്കുന്ന ആഘോഷങ്ങളെല്ലാം ഒരു കാസ്റ്റ് ബേസ്ഡ് പോകുമ്പോൾ ഓണം മാത്രം എല്ലാരും എടുത്ത് ആഘോഷിക്കുക. ഓണത്തിനൊരു എന്താ ഒരു എല്ലാവരുടെയും ഒരു യൂണിറ്റി ഉണ്ട്. അതായത് അതിനെ ഏറ്റവും രസകരമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവേലിയുടെ ഒരു ഐഡിയോളജിയാണ് സത്യം പറഞ്ഞാൽ ഓണാഘോഷത്തിൽ നിൽക്കുന്നത്. പുള്ളി ഒരു അസുരനായ നല്ലൊരു രാജാവായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ വാമനന്റെ കാല് അതിന് ഭൂമിയോളം വളർന്ന് 2 അടി അളന്നു. 3-ാമത്തെ അടി പുള്ളി വരവായിട്ട് ചോദിച്ചപ്പോൾ ഭൂമി ഇല്ലാത്തത് കൊണ്ട് മാവേലി തല കാണിച്ചു കൊടുത്ത് ചവിട്ടിക്കോളം പറഞ്ഞ് അങ്ങനെ പാതാളത്തിൽ പോയി വർഷം ക്ഷേമം അന്വേഷിക്കാൻ വരുന്ന. നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ വേറൊരു സാധനമാണ്. ഓണത്തിന്റെ ഇടയിലെ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ ഒരു കോമഡി ഒരു ഷോ ഉണ്ടായിരുന്നു. അത് ഈ സിനിമാലയൊക്കെ കേട്ടിട്ടുണ്ടോ? ഏഷ്യൻ ന്യൂസിലല്ല, ഏഷ്യൻ ചാനലില് സിനിമാല. അതായത് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് മരണപ്പെട്ടു പോയ നവാസ്, അവരുടെ ഒരു ട്രൂപ്പ് സ്ട്രെങ്തൺ ആയി വന്ന ആ ഒരു തരത്തിലാണ്. അതിനകത്ത് പല പാരഡി പാട്ടുകളും ആ സമയത്തുള്ള ഓണത്തിനാണ് ആ കാസറ്റ് റിലീസ് ആവുന്നത്. അപ്പൊ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പി എപ്പോഴും ആ കാസറ്റ് എപ്പോഴും പിടിച്ചത്. എനിക്ക് ഇങ്ങനെ കോമഡി ഷോയെ പാരഡി ആകെ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള. അതാണ് ഇവിടെ വേറെ വ്യത്യാസം. ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ പെട്ടെന്ന്, നമ്മുടെ സൈഡിൽ ഞാൻ ഇപ്പൊ നോക്കുക, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2 കൊല്ലത്തിനിടയ്ക്ക് കരിക്കെന്ന് പറയുന്ന അവരുടെ അല്ലേ പെട്ടെന്ന് നമുക്ക് എനിക്കിപ്പോ കണക്ട് ആകുന്നത് പെട്ടെന്ന് അവരുടെ ആ ഒരു സാധനം പെട്ടെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആകുന്നത് ആ ഒരു രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓണത്തിനൊരു ജനറേഷനിലൂടെ, അതായത് ഞാനൊരു 2000 എന്റെ ഓർമ്മകൾ എപ്പോഴും ഏറ്റവും മഹത്തായ ഓർമ്മകൾ എന്ന് പറയുന്നത് 2010 പുറകിലാണ്. നിന്റെ ഒരു എനിക്ക് തോന്നുന്നു കോളേജ് ജീവിതം അല്ലെ +1+2 ഒക്കെ കയറിയപ്പോ ശരിയാണ്. +1+2 ഇല്ല, +1+2 എക്സാക്ട് +2 കൊറോണ ഉണ്ടായി. പിന്നെ കോളേജിന്റെ കുറച്ച് ലാസ്റ്റ് ആയപ്പോഴാണ് കൊറോണയ്ക്ക് ശേഷം ഇതിന് ഭയങ്കര കൊറോണ കഴിഞ്ഞ് എന്നിട്ട് ആദ്യത്തെ ഒരു ഇയർ എല്ലാരും ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നോട്ടീസ് ആകാൻ പറ്റിയെന്നറിയോ, ഇപ്പം നിയമസഭയിൽ ഓണം ആഘോഷിക്കുന്നു. പക്ഷെ അതൊരു എന്താ പറയാ, ഈ ഇടയ്ക്ക് കണ്ടില്ലേ ഇന്നലെ നിയമസഭയില. പിന്നെ ഓണം ആഘോഷിക്കുന്ന ഓണത്തിന് വേറൊരു കുറെയൊക്കെ നെഗറ്റീവും ഉണ്ട്. എല്ലാ പരിപാടിയും നെഗറ്റീവ് ഉണ്ട്, ശരിയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ചില കേസിലൊക്കെ ഒരു സൈഡില് ഇപ്പൊ വണ്ടിയെ ഷോ ഓഫ് കാരണം പല അപകടങ്ങളും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. എന്തോ ഒരു അലിയാർ ഗ്യാങ് അങ്ങനെ കുറെ വണ്ടി പിടിച്ചെടുത്തുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. പണ്ടായിരുന്നു അത് KSRTC ഓണാഘോഷം മാരക സാധനമായിരുന്നു. അതെ, അതൊരു ഫയർഫോഴ്സിലും മറ്റേ നമ്മുടെ സ്ഫടികത്തിനകത്ത് അതിനകത്തൊക്കെ എൻട്രി. പക്ഷെ ഇത് സംഭവം നല്ലതാണ്. പക്ഷെ ഒരു മിതമായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ വന്നു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ഓവറാകുമ്പോഴാണ് എല്ലാ പ്രശ്നവും വരുന്നത്. ആഘോഷം അതിന് വിടുന്നത് ക്യാമ്പസുകൾ മാറുമോ? കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് കുറച്ച് മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തവണ ഓണാഘോഷിക്കാൻ പോയപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പോയ ടൈമായിരുന്നു. ഞാൻ വെളിയിലിരുന്ന് കുത്തിപ്പിടിച്ചിരിക്കുമായിരുന്നു. അകത്ത് അവർ പോയി സദ്യയൊക്കെ കഴിച്ചു. ഞാൻ പട്ടിണിക്ക് ഇരിക്കുവാണ്. ആ സമയത്ത് എനിക്ക് വിശപ്പൊന്നുമില്ല. അന്നേരം ഞാൻ ഈ ക്യാമ്പസിലെ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. ഈ ഓണത്തിന്റെ ഒരു ഇതിനെ ജാതിവൽക്കരിക്കാൻ വെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ശരിയാണ്. എല്ലാരും അത് ഒത്തൊരുമയോടെ എല്ലാവരെയും ഒരേപോലെ ആണ് ഓണം. ബാക്കി അങ്ങനെ വേറെ ഒന്നിനും ഇല്ലെങ്കിലും ഓണം എല്ലാവരും ഏറ്റെടുക്കുന്നത് നമ്മളെല്ലാം ഒരേപോലെ ഒരേ യൂണിറ്റിയോടെ. ഇപ്പം ഏത് കോളേജ് എടുത്താലും ഏത് ഓഫീസ് എടുത്താലും എല്ലാവരും അതിൻ്റെ അകത്ത് ഒരേപോലെ ഇരിക്കുന്നത്. പക്ഷെ ചില ഏരിയകളിലാണ്. എനിക്കിപ്പോഴും ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയാം, ഈ പെൺകുട്ടികൾ സാരി എടുത്ത് അതൊരു പ്രത്യേക ഭംഗിയില്ലേ, സെറ്റ് സാരിയൊക്കെ കൊടുത്ത്. അത് ആ ഒരിടക്കല്ലേ നമുക്ക് അറിയാം. ഈ ക്യാമ്പസിലുള്ളപ്പോൾ അതിനൊരു പ്രത്യേകത എന്താണെന്ന് പറയാം, ഈ തൊലിഞ്ഞ യൂണിഫോം ഒക്കെ ഇട്ട് അല്ലെങ്കിൽ തൊലിഞ്ഞ കോലത്തിൽ വരുന്ന പെൺപിള്ളേരൊക്കെ പിറ്റേ ദിവസം ഓണത്തിന് എന്ത് മനോഹരമാ സാരിയൊക്കെ കൊടുത്ത്. ചില സമയത്ത് നമ്മൾ നോക്കിയതൊന്നും സത്യം മനുഷ്യ സഹജമാണ്. എന്നും കാണുന്നവരെ നമ്മൾ അന്ന് കാണുമ്പോ അതെ ചിലപ്പോ ആ സമയത്തായിരിക്കും ചിലപ്പോ മുന്നോട്ടുള്ള ജീവിതത്തിൽ ജീവിക്കാൻ തന്നെ ഒരു പ്രേരണ. അത് ഈ എന്താ നല്ലത് കാണിച്ച് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ്. പിന്നെ ഓണത്തിന് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇപ്പൊ എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു സൈഡില് മറ്റേ ഈ ചില റിവെഞ്ച് ഒക്കെ ഉണ്ടല്ലോ കോളേജിലെ, മീൻസ് ഒരു ഫോളോ അപ്പിൽ അങ്ങ് പോകുന്ന സാധനങ്ങളുണ്ട്. ക്യാമ്പസ് ഓറിയന്റഡ് അല്ലാതെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിന് എപ്പോഴും അടി ഉണ്ടാകുന്ന അത് തഗ് ഓഫ് വാർ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ഓണത്തിന് പണ്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു, ഓണത്തല്ല്.
ഓണത്തല്ല് സത്യം പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു. അത് പിന്നെ പതുക്കെ മറ്റേ തലേണ വെച്ചിട്ട് നമ്മൾ ഈ ഓണത്തിന് പിന്നെ നമുക്ക് കേരളത്തിന് പ്രത്യേകത ഏറ്റെടുത്തും പറയുന്ന അത്തച്ചമ തൃപ്പൂണിത്തറ. അത് ശരിയാ, അതിന്റെ രസം ഒരു എന്താ ഒരു ഭയങ്കര മനോഹരമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു നമ്മളെല്ലാം ആലോചിക്കും നമ്മുടെ ജനറേഷൻ കൊണ്ട് ഇതെല്ലാം ഈ സംസ്കാരം അവസാനിക്കും നിന്നു. പക്ഷെ ഈ സാധനം തുടർക്കഥയാണ്, ഇതൊരു സർക്കിളാണ്. അത് ശരിയാ, ആ സർക്കിളിൽ ഈ സാധനം എന്താണല്ലോ ഉറപ്പായിട്ട് പോകും. പിന്നെ ചില കാര്യങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചിലപ്പോൾ പറയുമ്പോൾ നിനക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച എന്റെ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇത് കണക്ട് ആവും. ഇപ്പം എന്റെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഞാൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് നിരയായിരിക്കാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടക്കമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഗ്യാപ്പ് ഓണത്തിന് വരുന്നു. ഈ പിന്നെ ഓണത്തിന് നിനക്ക് എന്താ ഏറ്റവും മനോഹരമായിട്ട് തോന്നിക്കൊണ്ടിരുന്നത്? പിന്നെന്താ ഇപ്പൊ ഓണത്തിന് ഏറ്റവും മനോഹരം എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പം ബാക്കി ഓൾമോസ്റ്റ് ഇപ്പം നടക്കുന്ന ലൈവ് ആണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം പഠിച്ചെടുത്ത ഓണ സെലിബ്രേഷൻ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത് ഡിപ്ലോമ ചെയ്തോണ്ടിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ അന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവ് ഇട്ടപ്പോൾ നമ്മുടെ ആ പുള്ളിയുടെ പേര് ഈഗിൾ ഗെയിമിംഗ്, അത്തരത്തിൽ ഒരു സെലിബ്രിറ്റി ഒക്കെ വിളിച്ച് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ ആഘോഷിച്ച കോളേജിലാണെങ്കിൽ പോലും ഇത്രയുള്ള സംഭവം ഒന്നും ഇല്ലായിരുന്നു. ഇതിവിടെ എൻ്റെ ഒരു ഇവിടെ ഓണം ഭയങ്കരമായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ കലാഭവൻ പ്രചോദ് ഉണ്ടായിരുന്നു, പുള്ളി വന്ന് രാവിലെ ഗസ്റ്റ്, ഉച്ച കഴിഞ്ഞ് ഈഗിള്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു പരിപാടിയായിരുന്നു അന്നത്തെ. എനിക്ക് തോന്നുന്നു ഓണാഘോഷം എൻ്റെ എപ്പോഴും ഉള്ള ഒരു പരാജയമാണ്. എനിക്ക് സംഘാടക സമിതിയിൽ ഏർപ്പെട്ടു. ഞാനും ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ എനിക്ക് രാവിലത്തെ ഫുഡ് കമ്മിറ്റി അങ്ങനെ കുറെ പരിപാടി കോർഡിനേഷൻ അങ്ങനത്തെ ഇല്ലാത്തായിരുന്നു. ഞാനാണ് ഈ ഓണത്തിന് അതിനൊന്നും സദ്യ പോലും എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. കാരണം രാവിലെ വന്നു ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിക്കല്ല ആങ്കറിങ്ങിന് കയറിയണം. അത് ഒരു മൂഞ്ച പരിപാടിയായി പോയി. രാവിലെ തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ടായിരുന്നു പരിപാടി. വൈകിട്ട് ഞങ്ങൾക്ക് 6 മണി വരെ. ഇതിന് ലാസ്റ്റ് ആയപ്പോൾ ഈ തഗോഫാർ വടംവലിക്ക് എന്തോ ക്ലാഷ് വന്ന് എന്തോ ഏറ്റവും ലാസ്റ്റ് ആ തഗോഫാർ എനർജി കണ്ടോണ്ടോ? ശരിയാ, എന്തോ ഭയങ്കര നമുക്ക് വേറെ ഒന്നിനും ഇല്ലാത്തൊരു സംഭവമാണ്. ചുമ്മാ നമ്മൾ വലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ലാസ്റ്റ് ആ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഓപ്പോസിറ്റ് ക്ലാസ് എങ്ങനെയാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു വലിക്കാൻ കയറി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയും കിട്ടണം എന്നുള്ളൊരു വാശി പോലെ. ശരിയാ. ഇനിയിപ്പോ ഓണത്തെ കുറിച്ച് ഇനി അധികം പറഞ്ഞു വരുമ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഒരു വിഷയമാണ്. പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു വരവും ഓണത്തിന് ഭയങ്കര മാറ്റം കൂട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു കേട്ടോ. കാരണം ഫോൺ തുറന്നാൽ നമുക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ രീതിയിലാണ് ഓണാഘോഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടില് ഒരു അടുത്തൊരു പഴയ ജനറേഷൻ പോലും ഓണം അത്ര മനോഹരമായി ആഘോഷിക്കുന്നു. ഉറപ്പായിട്ടും ഈ കോളേജുകളില്, നേഴ്സറികളില്, ഓഫീസുകളില്, ഓരോരോ കൂട്ടായ്മകളിൽ പോലും ഓണം ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് ആഘോഷിക്കുക, അതായത് നമ്മുടെ കേരളത്തിന്റെ ഓണത്തിനോടുള്ള സംസ്കാരം മാത്രമല്ല, ആഘോഷങ്ങളോടുള്ള സംസ്കാരവും മാറി വരുന്നതിനൊരു തെളിവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണത്തെ ഓണം നമുക്ക് എടുത്തു പറയുന്നത്. അതിപ്പം എത്ര പേര് ആ രീതിയിൽ അതിനെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇനി വരുന്ന ആഘോഷങ്ങളെല്ലാം അവർ ആഘോഷിക്കുന്നുണ്ട്. കാരണം സേവിങ്സ് ഒരു തരത്തിൽ പോവുകയും എന്നാൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ പണ്ട് ഇതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്വരുക്കൂട്ടി വെക്കുമായിരുന്നു. മറ്റേ ആപത്ത് കാലത്ത് തൈപത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ ആ രീതിയിലായിരുന്നു പണ്ടത്തെ ആൾക്കാർ ചിന്തിച്ചത്. പക്ഷെ ആ രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷൻ മാറി. ഇപ്പൊ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സ്റ്റൈല്, അവരെങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നു, ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ഓണം. ഈ ഏത് തരത്തിലാണ് മലയാളികൾ ഏറ്റെടുത്തു എന്ന് പറയുന്നത്. മദ്രസയിൽ ഓണം ആഘോഷിക്കുന്നു, ദുബായ്, UK എന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി. അത് നമുക്ക് ഓണം എന്ന് പറയുന്ന ഒരു ചിത്രം മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് അതും കൂടെ നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും മലയാളികളുടെ പ്രാധാന്യത്തിൽ ഓണം എങ്ങനെ ആഘോഷിക്കുന്നു, അതായത് വിദേശ രാജ്യങ്ങൾ പോലും മുന്നോട്ട് പോകുന്നത് മലയാളികളെ കൊണ്ടാണെന്നും നമുക്കൊരു ചിത്രം പറയാൻ കിട്ടും. ആ തരത്തിൽ ഓണം ആഘോഷിക്കുന്നു. ഈ അത്തച്ചമൻ, പിന്നെ ഒരു സാധനം പറയാൻ വിട്ടുപോയി, ഒരു മാസ്റ്റർ പീസ് സാധനമാണ്. ഒരു തവണ ഞാനത് കാണാൻ പോയപ്പം എനിക്ക് എൻ്റെ രോമാഞ്ച കജ്ജുകന എന്ന് പറയുന്ന പോലെ നെഹ്റു ട്രോഫി
ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്സിങ് ആയിരിക്കും. കാരണം അത്ര ഒരു ഭയങ്കര വൈബാ. നീ ഒന്ന് ആലോചിച്ച ഒരു തൃശ്ശൂർ പൂരത്തിന് പോകുന്നൊരു ഈ കായലിന് ചുറ്റും ജനങ്ങള്, അത് അത്രയും ആ വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ലോക പ്രശസ്തമായ ഒരു എന്താ ഒരു മത്സരം, വള്ളംകളി. അത് നമുക്ക് കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സമ്പ്രദായം. പിന്നെ ഈ സമയത്താണ് ആറന്മുള വെള്ളസദ്യ. അത് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എപ്പോഴും എന്റെ ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യും, പക്ഷെ എനിക്ക് ഇതുവരെ പോകാൻ പറ്റില്ല. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. മലയാളി എന്ന് നിന്റെ മുദ്ര കുത്തിയിട്ടുണ്ട്, നീ കേരളത്തിലാ ജനിച്ചിരിക്കുന്നെങ്കിൽ എക്സ്പീരിയൻസ്. ഇതെല്ലാം ഓണത്തിനോടനുബന്ധിച്ച് അത്തച്ചമയം തൃപ്പൂണിത്തറ നടക്കുന്ന അത്തച്ചമയം, അങ്ങനെയുള്ള അത് കുറെ പരിപാടികൾ ഓണത്തിനോട് അനുബന്ധിച്ച് വരുന്ന തുടക്കം വരുന്നത്. അല്ലാതെ ഈ ഓണത്തിന് വേറെ ഐതിഹ്യം കൊണ്ടുണ്ട്. അതുകൂടെ പറഞ്ഞു പോവാം. ഈ കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ പണ്ടത്തെ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ ഓണം ആഘോഷിച്ചു വന്നത്. കാരണം അതിൽ നിന്നുള്ള ധാന്യങ്ങളും എല്ലാം എടുത്ത് ആ രീതിയിലുമായിരുന്നു പണ്ട് ഓണം ആഘോഷിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറച്ചുകൂടെ ടെക്നോളജി ആയി, മറ്റേ പറയുന്ന പോലെ ടെക്നോളജിയാ എന്ന് പറയുന്ന രീതിയിലും ഇന്ന് ഓണം ആഘോഷിക്കുന്നു. ഓണം എന്നെ സംബന്ധിച്ച് ഓണം നല്ല ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. ഒരു മോശമായ ഒരു അനുഭവങ്ങളില്ല. അപ്പം ഇനിയിപ്പം എന്തെങ്കിലും നിനക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ? എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജനറേഷനിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനറേഷനിലാണല്ലോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് എന്റെ ജനറേഷനിലെ കാര്യമാണല്ലോ. ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചുകൂടെ കണക്ട് ചെയ്തു എന്റെ പഴയ കാലഘട്ടമായിട്ട്. ഇതിന്റെ അകത്ത് ഇനിയിപ്പോ ആഡ് ചെയ്യാൻ എന്താ, ഇനിയിപ്പോ വരുന്ന ഇപ്പൊ നിലവിൽ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിൽ പ്രസന്റ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു ഐഡിയ ഇല്ല. കാരണം അതുപോലെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെ, എപ്പോഴേലും ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് വേണേ പറയാം ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുവരുന്നത്, പക്ഷെ അതൊക്കെ പ്രയോഗത്തിലെത്തി. അതാണ്. അപ്പം വരും തലമുറ എന്തായിരിക്കും? അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആഘോഷങ്ങളിൽ എന്ത് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നോ, ഇനി ഫ്യൂച്ചറിൽ അത് വരുമ്പോൾ പോസിബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വായു മറിച്ചിൽ ടീമിന്റെ ഓണാശംസകൾ.